So hi guys, welcome back to my channel. കല്യാണം എന്തൊക്കെ കാണണമല്ലേ? പുതിയ അപരാധങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. നാളെ രാവിലെ ഇവിടെ ഉണ്ടാകത്തില്ല. എൻ്റെ കസിൻ്റെ വീട്ടിൽ വരെ പോകുന്നുണ്ട്. നാളെ വരില്ല, പോയാൽ മറ്റന്നാളെ വരത്തുള്ളൂ. ഇവിടെ ഉണ്ടാകത്തില്ല. എൻ്റെ കസിൻ്റെ വീട്ടിൽ വരെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാം. നാളെ രാവിലെ 6:30 കഴിയുമ്പോൾ ഞാനൊന്ന് കക്കൂസിൽ പോകും. ചിലപ്പോൾ ഒന്ന് കുളിക്കും, പല്ല് തേക്കും, അത്രേ ഉള്ളൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. അതിലേക്കുള്ള എനിക്ക് എന്ത് പറയാം? എന്താ ചേച്ചി വൈകിയേ? നാളെ വരില്ല, പോയാൽ ചേച്ചി എവിടെയെങ്കിലും പോയി ഞങ്ങൾക്ക് എന്ത് വരികയെ വഴി പോകിയേ? വണ്ടിക്കൂലി വല്ലതും വേണോ? ചേച്ചി ഇത് ഫാമിലി ഗ്രൂപ്പ് അല്ല, ഇൻസ്റ്റാഗ്രാമാണ്. എന്തായാലും പോയിട്ട് ഇനി വരണ്ട. നാളെ വരില്ല, പോയാൽ വരികയെ വേണ്ട, വഴിക്ക് പൊക്കോ. കൊച്ചുപ്രേമന്റെ ആരെങ്കിലും ആണോ? മറ്റന്നാളെ വരത്തുള്ളൂ. മാഷാഅല്ലാ, നല്ല കാര്യം. നാളെ വരില്ല, പോയാൽ അതുകൊണ്ട് നാളെ കേരളത്തിൽ മിന്നൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. നാളെ വരില്ല, പോയാൽ ഫോളോ പോലും ചെയ്തിട്ടില്ല. പിന്നെ ഈ പണ്ടാരം എന്തിനാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ വരില്ല? സത്യം. എൻ്റെ കസിൻ്റെ വീട്ടിൽ വരെ പോകുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ട് ആ പോകുന്നിടത്ത് നെറ്റ് ഉണ്ടാവാതെ മതിയാകും. ഇല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം കാണേണ്ടി വരും. ഇതൊക്കെ ഏത് വകുപ്പിന്ന് വരുന്നു? ഇതൊക്കെ ഏത് എട്ടങ്ങേറ് പിടിച്ച സ്ഥലത്ത് നിന്ന് വരുന്നു കുത്തിപ്പൊങ്ങി? അങ്ങനെയാണ്. അങ്ങനെയുണ്ട്. കുറെ പേരെ പരിചയപ്പെടുന്നുണ്ട്. അതൊക്കെ വേറെ കുറെ പേരെ പരിചയപ്പെടണ്ടേ? അയ്യോ, വിജയണ്ണ അപ്പ 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 വിജയണ്ണ അപ്പ അപ്പ. ഇവനെ പോലുള്ളവരാണോ നമ്മൾ അപ്പ കാണുന്നവർ അപ്പ അപ്പ എന്ന് വിളിക്കുന്നത്? അപ്പ അപ്പ വിജയണ്ണ. ഇവന്റെ അപ്പൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടോ അപ്പ ഇത് വേണ്ടായിരുന്നു? അപ്പ 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 അപ്പ. നീയൊക്കെ ഒരു മോനാണ്, ഒരു മകനാണ്. സത്യം പറഞ്ഞ ഒരു അച്ഛനെ വിജയാണോ നിന്റെ അപ്പൻ? തള്ളിപ്പായാണ് ഭയങ്കര വിഷമമുള്ള കാര്യം. ഇപ്പൊ അവൻ പോക്കറി വിജയ് എന്നുള്ള പേര് ഇനി സഞ്ജയ് വിജയ് എന്ന് വേണ്ട. അവിടെ സഞ്ജയ് ജെയ്സൺ സംഗീത മതിയെന്ന്. കഷ്ടം തന്നെയാണ്, കഷ്ടം. ഇവന് ശരിക്കും വയ്യ. ഇവൻ എന്ത് നീ അച്ഛനെ തള്ളി പറഞ്ഞില്ലേ? എടാ സത്യം പറഞ്ഞാല് അങ്ങനത്തെ ഒരു അച്ഛന്റെ മകനായി ജനിച്ച നീ പുണ്യം ചെയ്യണം. സോ ബിഫോർ മൂവ് ടു വീഡിയോ പല ആൾക്കാരും ചോദിക്കാറുണ്ട് വരുമാനം എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന്. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാർക്കറ്റ് വോൾഫ്. ഇത് സെബി രജിസ്റ്റേർഡ് ഇന്ത്യയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ പിൻ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യുന്നു. ഇതിൽ ഫോളോ ട്രെൻഡ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. ഇത് മാർക്കറ്റിലെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രെൻഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. ഞാൻ ഫോളോ ട്രെൻഡ് ക്ലിക്ക് ചെയ്ത് ട്രേഡ് പ്ലേസ് ചെയ്ത് അപ്പം തന്നെ തുടങ്ങി കഴിയും. വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ നിങ്ങൾക്ക് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാം. മറ്റുള്ള ആപ്പുകൾ ഇതിന്റെ 3 പൈസ ആവശ്യമായിട്ട് വരാറുണ്ട്. വലിയ നഷ്ടങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടി തന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഫീച്ചർ തന്നെയുണ്ട്. ഒരു നിശ്ചിത ലെവലിലേക്ക് വന്നതിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ലോസ് ആക്ടിവേറ്റ് ആകും. അതുകൊണ്ട് തന്നെ ഒരുപാട് എമൗണ്ട് നിങ്ങൾക്ക് നഷ്ടമാകും. സോ പ്രോഫിറ്റ് ട്രെൻഡിനൊപ്പം പോകാനായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്യുകയാണ്. എന്റെ ബുക്കിന്റെ പ്രോഫിറ്റ് ഓഫ് 1306 ഷോർട്ട് ടൈം. പീപ്പിൾ ഹാവ് ബുക്ക്ഡ് 11,850 സിംഗിൾ ഡേ. ഇവിടെ നിങ്ങൾക്ക് കൊമോഡിറ്റി ട്രേഡ് ചെയ്യാം. സിൽവർ, ഗോൾഡ്, ക്രൂഡ് ഓയിൽ എന്നിങ്ങനെ രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ. അതുപോലെ തന്നെ മാർക്കറ്റ് ഫുൾ ഫ്രീ ട്രേഡിംഗ് റെക്കമെൻഡേഷൻസ് നൽകുന്നുണ്ട്. ഇത് ഫെബ്രുവരിയിൽ ഒരു ദിവസത്തെ മാത്രമാണ് 11,239 രൂപ. ഡിസംബറിൽ 33,512 രൂപ. അതുപോലെ 1 മന്തിൽ 70,468 രൂപ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ 5,03,940 രൂപ. അതിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടീസ് 1 രൂപ പോലും അതിനകത്ത് കമ്മീഷനോ ലാഭം ഇവർ എടുക്കുന്നില്ല. 99 രൂപ 1 ടൈം ലൈഫ് ടൈം ഫീ പേയ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാം സ്വന്തമാകും. ഏകദേശം 2 മില്യൺ ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് വോൾഫിന്റെ ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ വിജയണ്ണന്റെ മകൻ ഞാനാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് കഴുകി ഞാൻ വെള്ളം കുടിക്കാൻ ഞാൻ അത്ര ഇങ്ങനത്തെ ഒരു അച്ഛനെ അങ്ങനത്തെ ഒരു. ഫൈനലി ഹി പ്രൂവ്ഡ് ഹി ഹാസ് 2 fathers. ആദ്യം സ്വന്തം തന്തയെ നല്ലവരെ നോക്കി, എന്നിട്ട് വാക്കുകളെ നന്നാക്കാൻ നോക്കാം. മകനാ പറഞ്ഞാൽ നമുക്ക് പുണ്യം ചെയ്യാം. പുണ്യം അത്രയും നല്ല മനുഷ്യനെയാണ് നീ തള്ളി കളയും. ഇതിനൊക്കെ നീ കരയറ. സത്യം പറഞ്ഞ നീ കരയും. എന്റെ വിജയനെ നീ പോവാനെ പോട്ടാ. വിജയന്റെ മകനായിട്ട് ഞാൻ നിന്റെ പേര് വിജയ് മിഥുൻ. ഞാനൊരു അച്ഛനെ പോലെ ഞാൻ കണ്ടുപോയി വിജയനെ. നീ വിജയ് മാറ്റാൻ പറ്റും. നീ പോണെ പോട്ടെ. സത്യം പറഞ്ഞാല് ഞാൻ വിജയന്റെ മകനായി ജനിച്ചാൽ മതി. നിങ്ങൾ ഇന്ന് മുതൽ റേഷൻ കാർഡിന്ന് സംഗീത ചേച്ചിന്റെയും ഈ സഞ്ജയിന്റെയും പേര് വെട്ടണം. അങ്ങനെ ഒരു റേഷനരി തിന്നണ്ടാണ്. സ്വന്തം അദ്ദേഹം ചോദിച്ചോളൂ. നമ്മളെ റേഷൻ കാർഡ് എന്ന് ഇവരെ പേര് വിട്ട. അതെനിക്ക് പറയാനുള്ളൂ. വിജയ് അപ്പ നിങ്ങൾ ഇതിന്ന് എത്രയും പെട്ടെന്ന് റേഷൻ കാർഡിന്ന് പേര് മാറ്റി. നീ തന്നെയാണ് ഇങ്ങനെ ആക്കിയത്. നിന്നെപ്പോലുള്ള പെടലകളാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. മതിലുകളിൽ കണ്ടോ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പൂജിക്കുകയാണ് ഈ ഫോട്ടോ ഇട്ടിട്ട്. ഇങ്ങനത്തെ ഒരു അച്ഛനെ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ പുണ്യം ചെയ്യണേ. നീയൊക്കെ അനുഭവിക്കടാ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അച്ഛനെ കൊടുത്തതിന് വിജയണ്ണ അപ്പ ഐ ലവ് യു. അപ്പ വിജയണ്ണ അപ്പ. അടുത്ത് നോക്കട്ടെ. എത്ര വണ്ടികള് റോട്ടിൽ കൂടി പോയി റോഡാണെന്നറിയോ? കാണട്ടാ. കുഞ്ഞാക്ക പോവാ. കുഞ്ചാക്ക പോവാനാ? കുഞ്ഞാക്ക പോവാ. കുഞ്ചാക്ക പോവാണ്. ചെരിപ്പുരിക്കറിയാതെ അമ്പല പള്ളി വല്ലതാണ്. കുട്ടിശങ്കരൻ ലോറി കയറുന്ന പോലെ ഉണ്ട്. ആന ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ലോറി കയറും. സത്യം.
അവന്റെ വഴി തിരിച്ച് ആരുണ്ട് ഇവിടെ മാസം ചിലവാണ്ട് ബസ്സിലേക്ക് ഇഴഞ്ഞു കയറുന്നു. അത്രയും അല്ലേ ചെരുപ്പ് മുതലാളി പോയിക്കോ, മാസുകളുണ്ട്, ഞാൻ എത്തിക്കോളാം. എന്നതാണിത് ഇവന് ഈ മുട്ടിലാണ് ഞാൻ അങ്ങോട്ടാ കയറുന്നേ. നല്ലത് കണ്ടോ നല്ലത് തന്നെ പറയണം, പക്ഷെ ഇത് നല്ലതല്ല. ചെരുപ്പ് അടുത്ത ട്രിപ്പിൽ എടുക്കുമായിരിക്കും, അയാൾ അവരാതി. അല്ല അല്ല ഇവനെയല്ലേ കുറച്ചൊന്ന് പിടിച്ചു വെച്ചത്. നീ ഡബിൾ റോൾ കളിക്കുന്ന കുമ്പിടിയാണോ? രണ്ടിടത്തും ഉണ്ടല്ലോ ഇവൻ. മമ്മൂട്ടിയുടെ കണ്ടക്ടർ എന്ന് പറയുന്ന മൂവിയാണ് ഇവനെ അവരാധിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ ഈ കണ്ടക്ടർ എന്തിനാണ് ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കുന്നത്? എടാ സ്വാമി, ചെരുപ്പിനെ ഓട്ടം പിടിച്ച് പറഞ്ഞായിരിക്കും നിന്റെ കൂടെ. റോട്ടിൽ കൂടി പോയ റോഡാന്നറിയാമോ ഇത്? കണ്ടക്ടർ അല്ല, ഫുണ്ടക്ടർ. അടുത്ത കാട്ടവരാതിനെ കാണട്ടെ. പാന്റ് 2026 എത്ര രൂപ? ഇന്ന് 2013 ശനി. അവന്റെ പാന്റൊക്കെ 2026 എത്തുന്നുണ്ട്, പക്ഷെ അവന്റെ മനസ്സിപ്പോഴും 2013. ബ്രോ ആ ഓട്ട വിറ്റ് 5 മാസം സ്വർണ്ണം വാങ്ങിച്ചു 2026 ഇത് വാങ്ങിക്കും. ബ്രോ 2014 എത്തുമ്പോ പറയണം ഡിഗ്രി എടുക്കല്ലോ. എല്ലാവരും കമന്റ് ബോക്സ് ഇട്ട് അറിഞ്ഞും പുറഞ്ഞു നോക്കുക അവനെ. പാവം മനസ്സിപ്പോഴും മറ്റേ 2013 കിടക്കുവാണ്. കുറച്ചു പേരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും അറിയുന്നില്ല അവർ ഇങ്ങനെയൊക്കെ എത്തിയാൽ. ഇപ്പോഴും മറ്റേ ചെമ്മീൻ സിനിമ തിയേറ്ററിൽ കണ്ടോണ്ടിരിക്കുക. സാരമില്ല, നമുക്ക് അടുത്തൊരു കുളിർമ കൊള്ളുന്ന പാട്ട് കേൾക്കാം. വാണോ? വാൺ. തൃഷ്ണ കെയുടെ ജന്മദിനമാണെന്ന്. ജനിച്ച ദിവസം തന്നെ അവൻ കൊന്നു. തുടക്കത്തിൽ ഞാൻ പാടിയ ഗാനം തൃഷ്ണയുടെ ഇഷ്ടഗാനമായിരുന്നു. എന്റെ കൃഷ്ണ. ആ പാട്ട് ഞാൻ തൃഷ്ണയ്ക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. രാത്രി പട്ടി ഓരയിടുന്നു നന്നായിട്ട്. കിട്ടില്ല എഫക്ട്. നീ ഇല്ലാமல் ഞാൻ ഇല്ലേ വരികൾ എത്തിയപ്പോൾ ആ വീഡിയോ കൂടി തലരിഞ്ഞ് നമുക്ക് കിട്ടിയ ഫീലോ. അയ്യാ, എന്നോട് ജ്യോതിഷം വായിക്കുന്നു നീ? അതോ ആകാശവാണിയാ? ആകാശവാണി കൊച്ചി തിരുവനന്തപുരം എന്തോന്നടാ ഇത്? ഇങ്ങനെ വെറുക്കപ്പെട്ട ഒരു ബർത്ത്ഡേ അവൾ ഇതുവരെ ആഘോഷിച്ചു കാണത്തില്ല. കട്ടിറുമ്പിന് കല്യാണം, പട്ടി കുത്തിയ ചപ്പാത്തി. കട്ടിറുമ്പിന് കല്യാണം, പുട്ട് കുത്തണ ചെമ്മാനം, പട്ട് കുത്തിയ ചപ്പാത്തി. പട്ടി കുത്തിയ ചപ്പാത്തിയാ? ചപ്പാത്തി അല്ല. അതിനനുസരിച്ച് തുള്ളാനൊരു തള്ള. പുട്ട് കുത്തണ ചെമ്മാനം, പട്ട് കുത്തിയ ചപ്പാത്തി. പുട്ടും ചപ്പാത്തിയും റെഡി, കറി മാത്രം ആയിട്ടില്ല. അത് കേട്ട് തുള്ളാനൊരു തള്ളയാ. പണ്ടെങ്കിൽ ഇപ്പൊ നീ തൊലിച്ചേനെ, അല്ലാത്തപ്പോ സൂപ്പറാണല്ലോ. ചപ്പാത്തി അല്ല. പുട്ട് കുത്തിയപ്പോ ചപ്പാത്തി വന്നു. കാട്ടുണ്ടെങ്കിൽ കല്യാണം, പൊട്ട് കുത്തുമ്പോ ഹോട്ടൽ മെനു എടുത്തിട്ട് പാട്ട് പാടുന്നോളാ ഊളെ. പട്ട് കുത്തുന്ന ചമ്മാനം, പട്ട് കുത്തിയ ചപ്പാത്തി. ഇതൊക്കെ ഏത് ഹോട്ടലിൽ കിട്ടുന്നു? ഒന്നുകിൽ പാടാനറിയില്ല, അല്ലെങ്കിൽ വായിക്കാൻ. ഇത് രണ്ടും അറിയത്തിന് കൊണ്ട. അടുത്ത വരാതെ കാണട്ടെ. കണ്ട് എല്ലാം ഒരു കൊടക്കീഴില്. എല്ലാ തലച്ചോറില്ലാത്തൊരു ഒരു ഫ്രെയിമില്. ഇതെന്താ അവഞ്ചേഴ്സ് എൻഡിങ് മലയാളം വേർഷനോ? ചാഷി, ആഷി, രേണു, പെരര എല്ലാ കൂതറവാണങ്ങളും ഉണ്ട്. ആദ്യമായിട്ടാണ് റീല് കാണുമ്പോൾ ഒരു മെഴുകിയ ഫീൽ എനിക്ക് തോന്നുന്നത്. അയ്യോ, എല്ലാ അമൃതം പൊടി വാണങ്ങളും ഒരു കുടക്കില്ല. അടുത്തവൻ. ഓ, ഇപ്പഴാണ് ഓർത്തത് സെപ്റ്റി ടാങ്ക് നിറഞ്ഞു. വല്ലതും പോയാ അടിയിന്ന്? പോയാ ഒന്നും ഇടാനില്ലെന്ന്. ഇതൊക്കെ എങ്ങനെ എനിക്ക് എങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യാൻ തോന്നോടാ? തീ
വട്ടൽമുളക് അരച്ചതിന്റെ ആസനത്തിൽ തേക്ക്. വയ്യ മലര് നീരാടല്ല. നീ ആരാടാ? നീ സത്യം പറ, നീ ആരാ? എല്ലാം കാണണം നമ്മൾ ഒരു ദിവസം കടന്നു പോകാനായിട്ട്. അടുത്ത ആരാ നോക്കട്ടെ. ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്നതിനാണല്ലേ ആൾക്കയച്ചു കൊടുക്കും. ആ മിസ് ചെയ്ത ആളെ ഞാൻ മറന്നു. ഓ പാത. വരികൾ ഒന്നിനൊന്നും വിളച്ച. ഈ പാട്ട് മിസ്സായ ആൾക്ക് അയച്ചു കൊടുക്കാൻ അല്ലേ? അവരെന്നെ ബ്ലോക്ക് ആക്കി അയക്കണതിന് മുമ്പ്. ഇപ്പൊ ആർക്ക് അയച്ചു കൊടുക്കും ഞാൻ? അതൊക്കെ അയച്ചു കൊടുക്കാം. നീ പറഞ്ഞോണ്ടിരിക്കാണ്ട് പാട്ട് പാട്. അയച്ചു കൊടുത്തു. നാളെ കോടതി വരാൻ പറഞ്ഞു. എന്തെല്ലാം കാണണം. അടുത്ത് നോക്കട്ടെ. റൂമിൽ ഫാൻ ഇട്ടാലും നല്ല ചൂട് കാറ്റാണോ വരുന്നത് എങ്കിൽ റൂം തണുപ്പിക്കാനായിട്ട് ഞാനൊരു വിദ്യ പറഞ്ഞു തരാം. കുറെ ആളുകൾക്കൊക്കെ ഇത് അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്തവർക്കായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ വിസ്താരമുള്ള ഒരു പാത്രം എടുത്തിട്ട് 2 ചിരട്ട എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചിരട്ട നിറച്ചു ആ പാത്രത്തിലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ചിരട്ടയുടെ എണ്ണം കൂടരുത്. 4 ചിരട്ടയൊക്കെ വെച്ചാൽ കാശ്മീർ പോലെ തണുത്തു പോകും. അപ്പൊ ഞാനിതൊന്ന് ഫ്രീസ് ചെയ്യാൻ വെക്കുകയാണേ. ഇപ്പോൾ നല്ലതുപോലെ ഐസായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പും കൂടി ഇതിന്റെ പുറത്തേക്കൊന്ന് വിതറി കൊടുക്കുക. ഒരു നാരങ്ങ കൂടി പിഴിഞ്ഞാൽ രാവിലെ ഉപ്പ് നാരങ്ങ വെള്ളം കുടിക്കാം. അത് ചേച്ചി പറയാൻ പറഞ്ഞു. അതെന്തിനാണെന്ന് വെച്ചാൽ ഐസ് വേഗം ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. 8 ചിരട്ട കിട്ടും. ആരും ചെയ്യില്ല. എന്റെ റൂം അഞ്ചാട്ടിക്ക് പോലെ. ഞാൻ 6 ചിരട്ട വെച്ചു. രാവിലെ നോക്കിയപ്പോ മുറ്റത്ത് ഹിമക്ക്. റൂം അടച്ചതിന് ശേഷം ഫാൻ ഇട്ട് കൊടുത്താൽ സ്വിറ്റ്സർലൻഡിൽ ആരെങ്കിലും വരുന്ന. ഞാൻ 12 ചിരട്ട വെച്ചു. ഞാൻ 10 ചിരട്ട വെച്ചു. ഇപ്പൊ ഉമ്മ മീനും ഇറച്ചിയും ഒക്കെ എന്റെ റൂമിലാ വെക്കുന്നേ. നല്ല AC ഇട്ട പോലെ റൂം തണുത്ത് കിട്ടും. ചിരട്ടയുടെ എണ്ണം കൂടരുത്. കാശ്മീർ പോലെ തണുത്തു. നമുക്ക് കറണ്ട് ബില്ലും ലാഭിക്കാം. ഇതെങ്ങനെ ഓഫ് ചെയ്യാൻ തണുത്തിട്ട് കളിക്കുന്നു? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. കൂടെ ഫോളോ കൂടി ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ചേച്ചി. ഞാൻ ഓർഡർ ചെയ്ത AC ക്യാൻസൽ ആക്കുന്നു. താങ്ക് യു. സംഭവം ചെറിയ കൂളിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും എന്നുള്ളത് ശരി തന്നെ ആയിരിക്കും. കാരണം ആരുടെ ഇങ്ങനെ ChatGPT നോക്കി പറഞ്ഞു. ചിരട്ടയുടെ എണ്ണം കൂടരുത്. എന്തിനോ വേണ്ടി മേടിച്ച് AC. എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാൻ? 4 ചിരട്ടയൊക്കെ വെച്ചാല് കാശ്മീർ പോലെ തണുത്തു പോകും. ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ സാധിക്കുന്നതാ? AC കണ്ടുപിടിച്ചവരൊക്കെ ഇന്ന് മണ്ടന്മാരായിപ്പോയി. എന്താ പ്രശ്നം എന്താണ്? ഇളക്കം കൂടുതലാണെന്ന്. പാതിരാത്രിയില് വന്ന് അവിടെ അടിക്കണം. മൈനയല്ല, പാതി വരില്ല. ഒരുത്തൻ നേരത്തെ പാട്ട് പാടിയിട്ട് പാട്ടാണ് കഥാപ്രസംഗാണെന്ന് മനസ്സിലായില്ല. അല്ല പാടത്തിലും കയറി ചാട്. എന്താണ് നമ്മളിപ്പോ കണ്ടത്? നിനക്ക് നല്ലത് കിട്ടാത്തതിന്റെ. നീ ആ ക്യാമറ ഒന്നെങ്കിൽ അവിടെ വെക്ക്, അല്ലെങ്കിൽ നീ ആ ലിപ്സിംഗിലൊന്ന് പാട്. നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. മേഘമലിഞ്ഞു മനമിതളാർന്നു ഈരൻ കാലമായി മോഹമിഴുന്നു തരളിത ഭാവം എങ്ങോ. നല്ല രസമുണ്ടായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. മുഴുവൻ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, കോപ്പറേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ മാർക്കറ്റ് വോൾഫ് ഏകദേശം 2 മില്യൺ ആൾക്കാർ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് വോൾഫിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്തത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാതെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ കൂടെ തന്നെ വരുന്നതായിരിക്കും. സോ ബൈ ഫോർ നൗ.